ആയിട്ട് കോട്ടയത്ത് കൊലപാതകത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 22, നാളെ 10-ാം ഉദയമാണ്. ഇന്നലെ രാത്രി ഈ കോട്ടയം സിറ്റിക്കകത്ത് വലിയൊരു ബംഗ്ലാവിൽ പ്രായം ചെന്ന ഒരു ഭാര്യയും ഭർത്താവും അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വലിയ ന്യൂസ്. ഈ മരിച്ച ഭാര്യയും ഭർത്താവിനെയും എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. കാര്യം ഇവരുടെ മൂത്ത മകള് എന്റെ കൂടെ പഠിച്ചതാണ്. ഗായത്രി വിജയകുമാർ എന്ന് പറയും. പുള്ളിക്കാരത്തി ഒരു വൈറോളജിസ്റ്റ് ആണ്, ഒരു PhD കാരിയാണ്. സാൻ ഫ്രാൻസിസ്കോയില് കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ജെനിഫർ ഡോണ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഈ പറയുന്ന പെൺകുട്ടി. ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയാനകമായ ഒരു കേസായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വിജയകുമാർ അങ്കിളിന്റെ ഈ മരിച്ചുപോയ ആന്റിയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആന്റി ഒരു ഹോമിയോ ഡോക്ടറാണ്. വിജയകുമാർ എന്ന് പറയുന്നത് കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതിനുപരി ഭയങ്കര കുടുംബ പശ്ചാത്തലവും തറവാടികളുമാണ്. കോട്ടയം തന്നെ അറിയപ്പെടുന്ന കാർത്തികൻ നായർ എന്ന് പറയുന്ന വലിയ പഴയ മുതലാളി എന്ന് വിളിക്കുന്ന അയാളുടെ മകനാണ് ഈ പറയുന്ന മരിച്ചുപോയ വിജയകുമാർ. ഈ കാർത്തികൻ നായർക്ക്, അതായത് സായിബാബയുടെ ഒരു വലിയ ഭക്തനാണ് ഈ കാർത്തികൻ നായർ. സായിബാബയ്ക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഈ കാർത്തികൻ നായർ. ആ വ്യക്തിയുടെ മകനാണ് ഈ വിജയകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ മരിച്ചുപോയ വിജയകുമാറിനും കോട്ടയം സിറ്റി നഗരത്തിന് അകത്ത് തന്നെ, അതായത് തിരുനക്കരയമ്പലത്തിന് താഴെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കല്യാണ മണ്ഡപമുണ്ട്. വലിയ ഫേമസ് ആദ്യകാല സുമംഗലി കഴിഞ്ഞിട്ട് ആദ്യകാല കല്യാണ മണ്ഡപമാണ്. കോട്ടയത്ത് അറിയപ്പെടുന്ന വലിയൊരു തറവാടികളാണ് ഇവർ. ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മകൻ ഗൗതം വിജയകുമാർ ജൂൺ 3, 2019 നമ്മുടെ സംക്രാന്തിയിലുള്ള കാരിറ്റാസ് ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ലെവൽ ക്രോസിൽ മരണപ്പെട്ട് കിടന്നിരിക്കുന്നു എന്നായിരുന്നു ന്യൂസ്. മരിച്ചു കിടക്കുന്നു. അപ്പോൾ പോലീസ് പ്രഥമ ദൃഷ്ടിയാൽ അതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞു. അന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ഈ കുട്ടി അന്ന് 28 വയസ്സേ ഉള്ളൂ, ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും സാമ്പത്തികയോ ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നടക്കത്തില്ല. അതുകൊണ്ട് ഈ വിജയകുമാറങ്ങളും പുള്ളിക്കാരന്റെ മരിച്ചുപോയ ഭാര്യ ഈ രണ്ടുപേരും കൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയും WPC 445/2019 കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു. ഇത് CBI കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 22-ന് ആയിരുന്നു ഈ CBI രജിസ്റ്റർ എൻട്രി നടന്നത്. ഒരു മാസത്തിന് ശേഷം ഇവരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഉപരി ഇവരെ കൊന്നത് എനിക്ക് തോന്നുന്ന വലിയ പിടിപാടും സാമ്പത്തിക ശേഷിയും ഉള്ള ആൾക്കാരായിരിക്കണം ഇവരെ കൊന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചിന്താഗതി. കാര്യം ഗൗതം മരിക്കുകയും റെയിൽവേ ട്രാക്കിൽ കിടക്കുകയും അത് ഒരു ആത്മഹത്യയായിട്ട് പത്രമാധ്യമങ്ങളെല്ലാം പോലീസ് ഉൾപ്പെടെയുള്ളവരെല്ലാം പ്രചരിപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് ഈ മരിച്ചുപോയ വിജയകുമാറുകള് അതിന് കേസ് കളിക്കുകയും കേസിന്റെ CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് ഈ കഴിഞ്ഞ മാസം പറയുകയും ചെയ്ത് അതിന്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊല നടന്നത്. ഭയങ്കര സങ്കടവും ദാരുണവുമായ ഒരു അവസ്ഥയിലെ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊലപാതകം ഉണ്ട് ഈ സാധാ രീതിയിൽ ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ ചെയ്ത ഒരു കൊലപാതകം മാത്രമല്ല, ഇതിനുണ്ട് ഈ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇതേ കണക്കത്തുള്ള ഒരു മർഡർ ചെയ്തിരിക്കുന്നത്. അതോടെ തന്നെ ഈ കൊലപാതകം എന്തായാലും ചെയ്തിരിക്കുന്നത് അതോടെ തന്നെ ഒരാൾ മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വേറെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരെല്ലാം ചേർന്നാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്ത ബംഗാളി മാത്രം വിചാരിച്ച ഇതുപോലത്തെ ഉള്ളൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ മോനുണ്ട് ഇതേ കണക്ക് മരണപ്പെട്ടിരിക്കുന്നത്. ആ സമയത്തുണ്ട് ഇതേ കണക്കത്തുള്ള ആത്മഹത്യ എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതിന് ശേഷം ഇതേ കണക്ക് ആ കേസിൻ്റെ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ CBI അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മാസത്തിനുള്ളിൽ ഇതുപോലത്തെ ഉള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഈസി ആയിട്ടുള്ള രീതി വേറൊരു രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ബംഗാളിയാണ് കൊന്നിരിക്കുന്നത്, അല്ലാതെ വേറെ ആരും ഇല്ലെന്നുള്ള ഒരു രീതിയിലൊക്കെ പോകുന്നുണ്ട്. അന്നത്തെ ആ സമയത്തും അതേ കണക്കാണ്. ആ പയ്യനുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തതാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി പോലീസും മീഡിയയൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. സോ എന്തായിരുന്നാലും ശരി, ഇതിൻ്റെ പിന്നിൽ ഭയങ്കര ഒരു സ്വാധീനമുള്ളവർ തന്നെ ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കാൻ ഒരു വഴിയും ഇല്ല.